Hey team, this is a humble request for you guys. എല്ലാത്തിനും തുടക്കത്തിൽ നിങ്ങൾ തന്നെയാണ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നത്. ഞങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ പകുതിക്ക് വെച്ച് അതില്ലാതാകുന്നത് കാണാൻ വയ്യ. Please don't break our heart again. Please. മത്സരശേഷം ഗാലറിയെ നോക്കി വൈക്കിംഗ് ക്ലാപ്പ് ചെയ്യാൻ വന്ന ടീമിനെ ആരാധകർ ചിരിച്ചുകൊണ്ടല്ല സ്വീകരിച്ചത്. അവർ വളരെ രോഷാകുലരായി ഇങ്ങനെ പറഞ്ഞു, പ്ലേ ഫോർ ദ ബാച്ച്, പ്ലേ ഫോർ us. ആ ഒരു മൊമെന്റിൽ എൻറ്റയർ പ്ലേയേഴ്സ് ആൻഡ് കോച്ച് വേഴ്സ് സൈലന്റ്. നമസ്കാരം, അവർക്കും ഡോണിക്സ് ക്ലാസ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പറഞ്ഞ സംഭവത്തെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാം. വളരെ മോശം പെർഫോമൻസ് തന്നെയാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം. നമ്മുടെ ഹോം മാച്ച് എതിരാളികൾ ടേബിളിന്റെ താഴെ കിടക്കുന്ന പഞ്ചാബ് FC. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടും തരക്കേടില്ലാത്ത ഒരു ആരാധക കൂട്ടം തന്നെ ആ സ്റ്റേഡിയത്തിലാണ് നിറഞ്ഞത്. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെയും എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തൊണ്ട പൊട്ടി തന്നെയാണ് നമ്മൾ ചാൻഡ് ചെയ്തത്. പക്ഷേ മത്സരഫലമായി വന്ന പരാജയം ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര കാഠിന്യമുള്ളതായിരുന്നു. പഞ്ചാബ് FC അവരുടെ ആദ്യത്തെ എവേ മത്സരമാണ് വിജയിക്കുന്നത്, അതും പല വമ്പന്മാരും മുട്ടുമടക്കിയ ഇതേ മണ്ണിൽ വെച്ച്, നമ്മൾ ഒരിക്കലും തോൽക്കാത്ത കൊച്ചിയിൽ വെച്ച്. ഡിസപ്പോയിന്റഡ് എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളൊന്നും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ആരാധകർ സ്വാഭാവികമായിട്ടും ട്രിഗർ ആകും, കുറ്റപ്പെടുത്തും, ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യും. ആൻഡ് മത്സരശേഷം ആരാധകർ ടീമിന് നൽകിയ ആ ഒരു മെസ്സേജിന്റെ സാരാംശം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ നിരാശപ്പെടുന്ന മത്സരം കാണാൻ വേണ്ടിയിട്ടല്ല കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മൾ ഇവിടെ വരുന്നത്. ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യത്തിന് വേണ്ടിയും ഈഗോയ്ക്ക് വേണ്ടിയും കളിക്കാതെ അണിഞ്ഞിരിക്കുന്ന ബാഡ്ജിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും കളിക്കുക. ഇതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ടുവേർഡ്സ് ദ പ്ലേയേഴ്സ് ആൻഡ് ദ കോച്ച്. എന്തായാലും ആ ഒരു വിമർശനത്തെ വിമർശിക്കാൻ നിൽക്കുന്നവരെ തിരുത്താനൊന്നും പോകുന്നില്ല. ആഫ്റ്റർ ദ മാച്ച് ഈവൻ ദ കോച്ച് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് വി ഡോണ്ട് ഡിസേർവ് ടു ബി അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടേബിൾ എന്ന്. മോശം പെർഫോമൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുവെന്ന്. യെസ്, അബ്യൂസുകളും കളിയാക്കലുകളും അല്ലാതെ അർഹിക്കുന്ന എതിർപ്പ് പ്രകടിപ്പിക്കുക തന്നെ വേണം. എന്തായാലും ഈ ഒരു മത്സരത്തെ പറ്റി ഇനി കൂടുതലായിട്ടുള്ള അങ്ങനെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ എടുത്ത് പറയാനൊന്നും നിൽക്കുന്നില്ല. എന്നാലും കുറച്ച് പോയിന്റ്സ് പറയാം. പഞ്ചാബിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്, കൊച്ചിയിലാണ് നമ്മുടെ മത്സരം എന്നുള്ള 2 പോസിറ്റീവ് ഘടകം മാത്രമായിരുന്നു നമുക്ക് മുൻപിൽ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത്. ജയിച്ചാലും പഞ്ചാബ് FC അല്ലേ പരാജയപ്പെടുത്തിയത് എന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടും അങ്ങനെ വലിയ ആവേശം ഉണ്ടായില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ എല്ലാ തകിടവും മറിച്ചുകൊണ്ട് പരാജയപ്പെട്ടു. കഴിഞ്ഞ പ്രീ മാച്ച് വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കറിയാം വിൽമ ജോർഡൻ എന്ന് പറയുന്ന അപകടകാരിയെ പറ്റി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ആൻഡ് അവരുടെ ഒരു ട്രൈ കോംബോ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആയതും വിൽമ ജോർഡന്റെ അസാധ്യ പ്രസിംഗം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതറിപ്പോയത്. ഓൾസോ പഞ്ചാബിന്റെ ഡിഫൻസ് ബ്ലാസ്റ്റേഴ്സിന് ഒരു തരത്തിലും ബോക്സിനകത്തേക്ക് കയറാൻ വിട്ടിട്ടേയില്ല. ഗോളുകൾ വന്ന വഴിയൊന്നും ഇങ്ങനെ എടുത്തു പറയാൻ നിൽക്കുന്നില്ല. എങ്കിലും ഈ നിരാശയിലും കുറച്ച് പെർഫോമൻസുകൾ പറയേണ്ടതുണ്ട്. അതിൽ ഡൈസുക്കെ സക്കായി എന്ന് പറയുന്ന പ്ലെയറിന്റെ അസാധ്യ വർക്ക് റേറ്റും കമ്മിറ്റ്മെന്റും ആണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത്. ഒപ്പം രാഹുൽ, നവോച്ച, ജീക്സൺ, ഹോർമിപ്പ, മിലോസ് എല്ലാം ഡീസന്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ബട്ട് ദാറ്റ് വേഴ്സ്റ്റ് പെർഫോമൻസ് വാസ് ഫ്രം പ്രീതം കോട്ടൻ. എന്തൊക്കെയോ ഒരു കണക്ഷൻ പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ദിമിത്രിയോസും. എവിടേക്കോ ഒരു കോംബോ മിസ്സാകുന്ന പോലത്തെ ഒരു അവസ്ഥ. പുള്ളി പന്തെടുക്കാൻ പോകുന്നതിൻ്റെ ഒരു കമ്മിറ്റ്മെന്റും ഒരു അലസതയും ഒക്കെ നമുക്കിങ്ങനെ ചടപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആൻഡ് മറ്റു ഗോളുകളൊന്നും അല്ല, അവസാന നിമിഷം 3ാമത്തെ ഗോൾ വന്ന പെനാൽറ്റി. ഫ്രെഡി അലസമായിട്ട് സച്ചിനിലേക്ക് പാസ് കൊടുക്കുന്നു. ആ ഒരു മിസ്റ്റേക്കിൽ നിന്നും ഒരു ഹാൻഡ് ബോൾ വന്ന് പെനാൽറ്റി ആവും. വാട്ട് എ സില്ലി ഗെയിം. മത്സരത്തിൻ്റെ അവസാന നിമിഷം ഒരു സമനിലയെങ്കിലും നേടാൻ ശ്രമിക്കുന്ന ഒരു ടീമിൻ്റെ പെർഫോമൻസ് ആയിരുന്നില്ല അവിടെ കണ്ടത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം ലൂണയായിരുന്നു. നമ്മൾ ഒരു പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നോ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും മികച്ച കളിക്കാർ വേറെ ഉണ്ടായിട്ടും ആ പ്ലെയർ ഇല്ലെങ്കിൽ നമുക്കിനി മുന്നേറാൻ പറ്റില്ല. നോ, ദാറ്റ്സ് റോങ്. ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് തിരിച്ചടികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജുകളിൽ ഓവർകമ്മും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന മത്സരങ്ങൾ അതിലേറെ ടഫായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്തത് ഒരു എൻറ്റയർലി ന്യൂ ടീമാണ്. ഉറപ്പായിട്ടും അവരെ വെച്ച് ഇനി നമുക്ക് തിരിച്ചടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. യെസ്, നമ്മൾ ടേബിളിൽ ടോപ്പായിരുന്നു. കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ, കുറച്ച് പരാജയങ്ങളെ നേരിട്ടിട്ടുള്ളൂ. പക്ഷെ ആ ചെറിയ ചെറിയ പരാജയങ്ങൾ നഷ്ടമാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സ്വപ്നങ്ങൾ തന്നെയാണ്. എല്ലാ പാഠങ്ങളും നമ്മൾ മിസ്റ്റേക്കുകളിൽ നിന്ന് തന്നെയാണ് പഠിക്കുക. ഇനി വരാനിരിക്കുന്നതും അതികഠിനമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്തേ പറ്റൂ. അത് വിശ്വസിച്ച് തന്നെയാണ് ഓരോ ആരാധകരും ഈ ടീമിന് വേണ്ടി ആർത്ത് വിളിക്കുന്നത്.
ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. തുടർ പരാജയങ്ങളും തിരിച്ചടികളും ഒക്കെ വരുമ്പോൾ എപ്പോഴും ലൂണയെ പ്രൈസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ മിസ് ചെയ്യുന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്. സീസണിന്റെ തുടക്കത്തിൽ മോശം പെർഫോമൻസുമായി തുടങ്ങി വിജയക്കുതിപ്പിൽ നിശബ്ദനായി നിന്ന പടയാളി, ഇടയ്ക്ക് വെച്ചപ്പോഴോ പരിക്കുപറ്റി ആരും അറിയാതെ കളം വിട്ട പോരാളി. അയാൾ ഇവിടെ നിന്നും മടങ്ങിയ ശേഷം വിജയമല്ല, ഒരു പോയിന്റ് പോലും ഈ ടീമിന് നേടാൻ സാധിച്ചിട്ടില്ല. യെസ്, വി മിസ് ദാറ്റ് സൈലന്റ് കില്ലർ, ക്വാമെ പെട്ര.